ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്.ടി. കോളറിൻസിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള കുബ്ല ഖാൻ എന്ന് പറയുന്ന പോമിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് കോളറിൻസിനെ കുറിച്ചിട്ട് നോക്കാം. എസ്.ടി. കോളറിൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയറ്റാണ്, ഫിലോസഫറാണ്, ക്രിട്ടിക്കാണ്, അതുപോലെ ഇംഗ്ലണ്ടിലെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് കുബ്ല ഖാൻ, ക്രിസ്റ്റാബൽ, ഡിജക്ഷൻ ആൻഡ് ഓട്ട്, ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ്, ദ നൈറ്റിംഗേൾ. നെക്സ്റ്റ് നമുക്ക് പോമിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. റൊമാൻറ്റിക് ഇറയിലെ പോയറ്റായിട്ടുള്ള എസ്.ടി. കോളറിൻസിൻ്റെ ഫേമസ് വർക്കാണ് കുബ്ല ഖാൻ എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് 1797 അദ്ദേഹം ഓപ്പിയം ബാധിച്ച് കിടക്കുന്ന സമയത്ത് ഒരു ഡ്രീം കണ്ടതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതുന്നത്. ഈ ഒരു പോമിൽ കോളറിൻസ് സലാഡു എന്ന് പറയുന്ന സമ്മർ പാലസിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചറിനെ കുറിച്ചിട്ടും അതുപോലെ വയലൻ്റ് നേച്ചറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പോമിൽ പറയുന്നത്. ഈ ഒരു പോമിലൂടെ അദ്ദേഹം ഒരു പ്ലഷർ പാലസ്, അതായത് ഹാപ്പിനെസ് ഉള്ളൊരു പാലസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു അതിയായ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പോമ പല രീതിയിൽ പല പെർസ്പെക്റ്റീവിലാണ് ആളുകൾ എടുക്കുന്നത്. പക്ഷേ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ക്രിയേറ്റീവ് പവറിനെയും അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് പോയട്രിയെയാണ് ഇത് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോമിൻ്റെ സമ്മറി നോക്കാം. അതിൽ തന്നെ കുബ്ല ഖാൻ എന്ന് പറയുന്ന മംഗോളിയൻ ലീഡർ സെനാഡു എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ വർക്കേഴ്സിനോട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബിൽഡിങ് പ്ലഷറിന് വേണ്ടിയിട്ട് ആൽഫ് എന്ന് പറയുന്ന റിവറിൻ്റെ തീരത്ത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റിവർ എന്ന് പറയുന്നത് ആർക്കും മെഷർ ചെയ്യാൻ കഴിയാത്തത്ര അനോൺമസ് കേവ്സ്, ഗുഹകളുടെ ഉള്ളിലൂടെ ഒഴുകിയിട്ട് അത് ഫൈനലി റീച്ച് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് ഓഷ്യനിലേക്കാണ്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് 10 മൈൽസ് ഫെർട്ടൈൽ ലാൻഡിൽ അവർ വാൾസ് കൊണ്ടും ടവേഴ്സ് കൊണ്ടും എൻക്ലോസ് ചെയ്തിട്ടുള്ളൊരു പ്ലേസിലാണ് ഇവരത് നിർമ്മിക്കുന്നത്. ഈ ഒരു വാൾസിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് ഗാർഡൻ ഉണ്ട് വിത്ത് സണ്ണി സ്ട്രീംസ്, അതുപോലെ സ്വീറ്റ് സ്മെല്ലിംഗ് ട്രീസ് ഉണ്ട്, ആൻഷ്യൻ്റ് ഫോറസ്റ്റ് വിത്ത് ക്ലിയറിങ് ഇൻ ദ മിഡിലായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻഷ്യൻ്റ് ഫോറസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ ഇതിൽ പറയുന്നുണ്ട് സഡൻട്രിക്ക് ഇടയിലുള്ള ഗ്രീൻ ഹിൽസിൽ ഡീപ്പ് ആഴമേറിയിട്ടുള്ളൊരു തോടുണ്ടെന്ന് കൂടി സ്പീക്കർ പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസയിലായിട്ട് പോയിട്ട് പറയുന്നത് ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് വൈൽഡ്, നമുക്ക് പേടിപ്പെടുത്തുന്ന ഹൊറർ ഫീൽ ഉണ്ടാക്കുന്നതാണെന്നും ആ ഒരു പ്ലേസിൽ ഒരു വുമൺ ക്രസൻറ്റ് മൂണിന് താഴെയായിട്ട് ഡെവിലിഷ് ലവറിനെ ആലോചിച്ച് കരയാറുണ്ടെന്നും പറയുന്നുണ്ട്. നോർമലി മൂവ് ചെയ്യുന്ന ഈ ഒരു റിവറിൻ്റെ മലകൾക്കിടയിൽ നിന്ന് ഗീസർ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഗ്രൗണ്ട്, അതായത് ഈ ഒരു വേൾഡ് ഹെവിലി ബ്രീത്ത് ചെയ്യുന്നത് പോലെ തോന്നുമായിരുന്നെന്നും അതുപോലെ ഹാർവസ്റ്റിൻ്റെ സമയത്ത് ഹെയിൽസ് പോലെ, അതായത് ആലിപ്പഴം പോലെയോ അല്ലെങ്കിൽ സ്കാറ്റേർഡ് ഗ്രെയിൻസ് പോലെയോ എയറിൽ റോക്സ് പറക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട്, അതായത് പാറകളെ മുകളിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഗീസറിലെ വാട്ടർ, അതായത് റിവറിലെ വാട്ടർ എയറിലേക്ക് തെറിച്ച് വീഴുന്നു എന്ന് പറയുന്നുണ്ട്. സ്പീക്കർ പറയുന്നുണ്ട് റിവർ ലേസിനെസ്സിലൂടെ 5 മൈൽസ് വുഡിലൂടെയും ഫീൽഡിലൂടെയും സഞ്ചരിച്ച് ഡീപ്പ് കേവ്സ്, അതായത് ഒരു ആഴത്തിലുള്ള ഗുഹയിലൂടെ സഞ്ചരിച്ച് പിന്നീട് ഓഷ്യനിലേക്ക് ഫ്ലോ ചെയ്തെന്ന് പറയുന്നുണ്ട്. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട്, അതായത് കേവ്സിലേക്ക് റഷ് ചെയ്ത് വരുന്ന വാട്ടേഴ്സിലൂടെ കുബ്ല ഖാൻ തൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ വാർ പ്രെഡിക്റ്റ് ചെയ്യുന്ന വോയിസ് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ പിന്നീട് പറയുന്നുണ്ട്, അതായത് കുബ്ല ഖാൻ്റെ പ്ലഷർ പാലസ് ആയിട്ടുള്ള ഈ ഒരു പാലസിൽ ഒരാൾക്ക് ഗിസറിൻ്റെ സൗണ്ടുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു വാട്ടർ, അതായത് കേസിൽ നിന്ന് വരുന്ന വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ളൊരു സൗണ്ട് ഒരാൾക്ക് കേൾക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ട്രൂലി അമേസിങ് ആണെന്നും അതുപോലെ തന്നെ പ്ലഷർ പാലസ് ആണെന്നും ഇതിലെ സണ്ണി ഏരിയാസും അതുപോലെ ഐസി കേവ്സും ഉണ്ടെന്നും പറയുന്നുണ്ട്. ഇതിൽ സ്പീക്കർ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഡ്രീം കാണുന്നുണ്ട്, അതായത് ഒരു എത്യോപ്യൻ വുമണെ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് വായിക്കുന്നുണ്ടെന്നും അത് എത്യോപ്യയിലെ ഒരു മൗണ്ടൈനെ കുറിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ആ ഒരു സൗണ്ട്, അവളുടെ ആ ഒരു മ്യൂസിക് റീക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് ഒരു പ്ലഷർ ആവുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുബ്ല ഖാൻ്റെ പ്ലഷർ പാലസ് ആയിട്ടുള്ള
ആ ഒരു പാലസ് സ്കൈയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും ആ ഒരു സണ്ണി നേച്ചറും അതുപോലെ ഐസി കേവ്സും അവിടെ ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്പീക്കർ ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് ഈ ഒരു പാട്ട് കേട്ടവരെല്ലാവരും മുകളിലേക്ക് നോക്കിയിട്ട് പറയാം, അതായത് ബി കെയർഫുൾ, നമ്മളെ അവൻ്റെ വൈൽഡ് ഐസും അതുപോലെ ക്രേസി ഹെയേഴ്സും നോക്കൂ എന്നാണ്. അതുപോലെ തന്നെ അവനെ ചുറ്റി നടക്കും, 3 പ്രാവശ്യം ചുറ്റി നടക്കുന്നതും അവനെ നോക്കുന്നതും ഒഴിവാക്കുക. അവന് സ്വർഗത്തിലെ ഭക്ഷണമായിട്ടുള്ള മിൽക്ക് കുടിക്കുകയാണെന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു പോമിൽ പറയുന്നത്.